നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CMD ആയിരുന്ന CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവ്യക്തതകൾ കൂടുതലാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ആ വാർത്തകളെ വളച്ചൊടിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ അറ്റം വന്നിട്ട് ആയുധ കച്ചവടത്തിൽ പങ്കാളിയാണെന്ന് വരെ CJ റോയിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ഇന്ന് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരും അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്നിട്ട് അദ്ദേഹത്തിന്റെ മരണം ആഘോഷമാക്കി മാറ്റുന്നൊരവസ്ഥയുണ്ട്. അതായത് എന്താ പറയുന്നത്, അത് വിധിയുടെ പിന്നെ ഇതാണ്, അങ്ങനെ മരിക്കുകയുള്ളൂ, അത് തൻ്റെ വിധി താൻ തന്നെ നടപ്പിലാക്കിയതൊക്കെയുള്ള വാർത്തകളൊക്കെ കടന്നു വരുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു CJ റോയി ഉണ്ട്. ഇവർ ഇതിൽ പരാമർശിക്കുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പും എനിക്കറിയാവുന്ന ഒരു ഗ്രൂപ്പും അതിലെ ആളുകളൊക്കെ എന്നെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെയാണ്. ഈ പറയുന്ന നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും ഒക്കെ ഒരു കുടുംബ ബന്ധു പോലെയാണ് നമുക്ക്. CJ റോയ് സാറും അതുപോലെ തന്നെയാണ്. അപ്പം ഈ അവരുടെ ഇപ്പം ജീവിതവും ഒക്കെ ആയിട്ട് ഇതിനൊക്കെ വലിച്ചഴക്കുകയും മരിച്ച ഒരാളെ വീണ്ടും അദ്ദേഹം നല്ലതായിരുന്നില്ല, മോശക്കാരനായിരുന്നു എന്ന് വരുത്തി തീർത്ത് TRP റേറ്റ് കൂട്ടുന്നതിനോ യൂട്യൂബിൽ വരുമാനം നേടുന്നതിനൊക്കെയുള്ള ശ്രമം കാണുമ്പം വളരെ ലജ്ജ തോന്നുന്നു. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ മീഡിയ പുറത്തുവിട്ട വാർത്ത വളരെ ലജ്ജാവഹമാണ്. CJ റോയിയുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതിൽ കുറച്ച് തെറ്റും കുറച്ച് ശരിയുമൊക്കെ അതിനകത്തുണ്ട്. അതിൽ തെറ്റ് എന്ന് പറയുന്നത്, CJ റോയി അതുപോലെ തന്നെ നമ്പൂതിരി, ഈ രണ്ടുപേരും പോൾ ഫെർണാണ്ടസിന്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ വന്ന വൈകല്യങ്ങൾ കൊണ്ടോ കുടുംബജീവിതത്തിൽ വന്ന താളപ്പിഴകൾ കൊണ്ടോ ആ സ്ഥാപനം ഒന്ന് ആടി ഉലയുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നും ആദ്യം രാജിവെച്ചിറങ്ങിയത് നമ്പൂതിരിയാണ്. നമ്പൂതിരിയും വൈഫും ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് കടന്നു വരുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്ത കടന്നു വരുന്നത്. അങ്ങനെ അവർ ലതാ നമ്പൂതിരിയും ചേർന്ന് ക്രിസ് TAL, ലതാ തിരിച്ചിട്ടൽ എന്നാണ്, അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ക്രിസ്റ്റൽ K ആണ് കേട്ടോ. C ആണ് സാധാരണ ക്രിസ്റ്റലിന്റെ ലെറ്ററിൽ നമ്മൾ പലപ്പോഴും എഴുതുമ്പോൾ വരാം. K ഇത് ക്രിസ്റ്റൽ എന്നാണ്. അപ്പം നമ്മുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ആവിർഭാവം അങ്ങനെയാണ് വരുന്നത്. അതിന് അന്നത്തെ കാലത്തെ കണ്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു 15,000 രൂപയാണ് ആദ്യത്തെ മൂലധനമായിട്ട് അവർ സ്വരുക്കൂട്ടിയത്. അതിൽ നിന്ന് തുടങ്ങി 2000-ലെ കഥയാണ് ഈ പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഒരു 4-5 മാസങ്ങൾ കടന്നു പോകുന്നു. ഈ 4-5 മാസത്തിനുള്ളിൽ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CJ റോയി നമ്മളുടെ ഫെർണാണ്ടസിനെ സമീപിക്കുകയും, പക്ഷേ അത് ഫെർണാണ്ടസിന്റെ രണ്ടാം ഭാര്യ അത് തടസ്സമായി നിൽക്കുകയും CJ റോയിയും അവിടെ നിന്ന് അദ്ദേഹത്തിനോട് താല്പര്യമില്ലാതെ ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ക്രിസ്റ്റലിലേക്ക് ഇവർക്ക് CJ റോയി ക്ഷണം കിട്ടുന്നു. CJ റോയി കടന്നു വരുന്നു. ക്രിസ്റ്റലിന്റെ ഈ ബിൽഡിംഗ് മേഖലയിൽ തന്നെയുള്ള മാനേജരായിട്ട് ആദ്യത്തെ നിയമനം നടത്തുന്നു. അന്ന് 5,000 രൂപ ശമ്പളക്കാരനാണ് ഇന്നത്തെ 8,000 കോടി രൂപയുടെ ആസ്തിയുള്ള CJ റോയി. ആ 5,000 രൂപ ശമ്പളത്തിൽ നിന്നുകൊണ്ട് മനോഹരമായി പ്രവർത്തിച്ച് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ വളരെ വേഗത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ CJ റോയിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. ഇതിനിടയ്ക്ക് തങ്ങൾ ജോലി ചെയ്ത ഇരുകൂട്ടരും, അതായത് നമ്പൂതിരിയും CJ റോയിയും കൂടെ ജോലി ചെയ്ത സമയത്തെ അവർക്ക് കിട്ടാനുള്ള പ്രതിഫലത്തിന് അന്ന് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന സർജാപുര എന്ന് പറയുന്ന സ്ഥലത്ത്, ബാംഗ്ലൂരിൽ ഒരു വനപ്രദേശം പോലെ തോന്നിയിരുന്ന ഒരു പ്രദേശമാണ് സർജാപുര. കുറുക്കനും കടുവയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സ്ഥലം. അവിടുത്തെ ഒരു 50 സെന്റ് സ്ഥലമാണ് ആദ്യത്തെ ഇവരുടെ മൂലധനമായിട്ട് കിട്ടുന്നത്. ശരിക്കും അത് വാങ്ങുന്നത് റോയി തന്നെയാണ്. CJ റോയി ആവശ്യപ്പെട്ടിട്ടാണ് ഈ വസ്തു നൽകുന്നത്. തങ്ങളുടെ പ്രതിഫലമായിട്ട് പോൾ ഫെർണാണ്ടസ് അവർക്ക് നൽകുന്ന വസ്തുവാണ് അത്. ആ വസ്തു ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റലിന്റെ മൂലധനമായിട്ട് CJ റോയി നൽകുന്നതോടൊപ്പം CJ റോയി അന്ന് വരെ ജീവനക്കാരനായിരുന്നെങ്കിൽ പിന്നെ ഡയറക്ടർ ബോർഡിലേക്ക് കടന്നു വരികയാണ്. ഇത്ര ശതമാനം ഓഹരി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നമ്പൂതിരിയും ഭാര്യയും അദ്ദേഹത്തിനെ കൂടി ചേർത്ത് നടത്തുന്നു. അവർ മൂവരും ചേർന്നുള്ളൊരു ജൈത്രയാത്ര ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ്, കോൺഫിഡന്റ് ഗ്രൂപ്പിന് തൊട്ട് മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഒരു വലിയ കടന്നു വരുന്ന കാരണമാണ്. ഈ പറയുന്ന സർജാപുരയിലേക്ക് പോകുന്ന വഴിക്കും അതുപോലെ തന്നെ വൈറ്റ്ഫീൽഡും ഒക്കെ ആയിട്ട് അവരുടെ ഒരു ഗേറ്റഡ് വില്ല എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് പേർക്ക് ആകർഷകമായി തോന്നി. അങ്ങനെ അവിടെ വിവിധ വില്ല പ്രോജക്റ്റുകൾ ആരംഭിക്കണം എന്നുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ, അത് പ്രത്യേകിച്ച് ലതാ നമ്പൂതിരിയുടെയും കൂടെ ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള കൺസെപ്റ്റുകളും കൂടെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ ഛായയുള്ള ഒരു പ്രകൃതിയെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നല്ല വില്ല പ്രോജക്റ്റുകൾ ക്രിസ്റ്റൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും അവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്രിസ്റ്റൽ മുന്നോട്ട് പോകുമ്പോഴാണ്
ഈ ഇടക്കാലത്ത് വെച്ചിട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ അസ്വാരസ്യങ്ങൾ പണം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ കച്ചവടം നടത്തുമ്പോൾ അതിനകത്തൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും ചേർന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇവർ തീരുമാനിക്കുന്നു. CJ റോയി പിരിയുന്നു. CJ റോയിക്ക് ആവശ്യപ്പെട്ടതെല്ലാം നൽകുന്നു. CJ റോയി അവിടെ നിന്നും പിരിയുകയാണ്. പിരിഞ്ഞിട്ടാണ് 2006 കോൺഫിഡന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. കോൺഫിഡന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ അതിന് മുമ്പ് CJ റോയി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിരിയുന്നതിൻ്റെ ആ കാലഘട്ടത്തിൽ 300ഓളം സ്റ്റാഫുകളാണെന്ന് ക്രിസ്റ്റലിനുള്ളത്. അവരെ ഞാൻ തന്നെ പണം മുടക്കിക്കൊണ്ട് ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ചിട്ടൊരു ട്രീറ്റ്മെന്റ്, ഒരു ഗെറ്റ് ടുഗദർ നൽകി ഞാൻ പിരിഞ്ഞു പോവുകയാണ്, പക്ഷെ നിങ്ങൾ ആരും പിരിയരുത്, എൻ്റെ കുഞ്ഞു തന്നെയാണ് ക്രിസ്റ്റലും, നിങ്ങൾ അവരോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് CJ റോയി പോയത് എന്ന് CJ റോയിയുടെ ഒരു ഇന്റർവ്യൂവിൽ, നമ്മളുടെ ഏഷ്യാനെറ്റുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ CJ റോയി തൻ്റെ ചക്രവാളം തുറക്കുന്നു. അദ്ദേഹം ക്രിസ്റ്റലിനേക്കാൾ എത്രയോ മടങ്ങ് ഉയരങ്ങളിലേക്ക് കഴിഞ്ഞ ഈ പറയുന്ന പോലെ ഒരു 2 ദശാബ്ദത്തിനുള്ളിൽ തന്നെ എത്തുന്നു. ക്രിസ്റ്റലിനും അവിടെ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റുന്നുണ്ട്. പിന്നീട് അവരുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും കുറേയധികം നിയമത്തെ ഫേസ് ചെയ്യുക, നിയമക്കുരുക്കളൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഒരു കാലത്ത് ക്രിസ്റ്റലിന്റെ നട്ടല്ലായിരുന്ന CJ റോയി ഈ ശതകോടീശ്വരനായി ഇരിക്കുന്ന സമയത്ത് ലതാ നമ്പൂതിരിയെയൊക്കെ ഒന്ന് സഹായിക്കാമായിരുന്നില്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ചോദിക്കാൻ 2 കൂട്ടരോടും മടിയാണ്. എന്തോ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തോട് മരിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഖേദകരമായ ഒരു അവസ്ഥയാണ്. അതൊക്കെ പോകട്ടെ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്ന് എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ 8000 കോടിയിലധികം മൂലധനമുള്ളൊരു വലിയ കമ്പനിയായിട്ടാണ്. വലിയ ഈ പറയുന്ന 2 ദശാബ്ദക്കാലത്തിൽ യാതൊരു തരത്തിലുമുള്ള പരാതികളോ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഫേസ് ചെയ്യാതെയാണ് മുന്നോട്ടുള്ള ജൈത്രയാത്ര. ഇതിനിടയിൽ സിനിമാ രംഗത്തൊക്കെ അവർ ചൂടുറപ്പിച്ചു മുന്നോട്ട് പോകുന്നു. ഈ സമയത്താണ് ഈ പറഞ്ഞതുപോലെയുള്ള IT ED റെയ്ഡുകളൊക്കെ കടന്നു വരുന്നത്. ED റെയ്ഡാണോ IT റെയ്ഡാണോ എന്നൊക്കെ ഉള്ള ഒരു വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. ED ഒരു നോട്ടീസ് നൽകിയിരുന്നു. ED നൽകിയ നോട്ടീസിനും അദ്ദേഹം അതിൻ്റെ കാരണം കാണിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ EDയും കേരള സംസ്ഥാന സർക്കാരിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ വരിഞ്ഞ് മുറുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ്. അടുത്ത ഇലക്ഷൻ സമാഗതമായിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബോണ്ട് ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും പല ശതകോടീശ്വരന്മാരിൽ നിന്നും ഒരു ലജ്ജയുമില്ലാതെ ഇലക്ഷൻ ഫണ്ടിലേക്ക് പണം ആവശ്യപ്പെടുന്നതിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് യാതൊരു മടിയില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ റോയിയുടെ അടുത്ത് ആദ്യം സാമം ദാനം ഭേദം ദണ്ണം എന്നാണല്ലോ. ആദ്യം വളരെ സന്തോഷത്തോടുകൂടി റോയിയെ കണ്ടുകൊണ്ട് NDA ഗവൺമെന്റ് അല്ലെങ്കിൽ അടുത്ത BJP ഗവൺമെന്റിന്റെ കർണാടകയിലുള്ള ആളുകൾ എന്തെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുണ്ടാകാം. അത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് നിൽക്കുന്നത് കർണാടക മുഖ്യമന്ത്രി തന്നെയാണ്. റോയി എന്ന് പറയുന്നൊരു മലയാളി കർണാടകയിൽ ഇത്രത്തോളം വളരണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രി D. ശിവകുമാറിനും ഒക്കെ അതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരുത്തിന്റെ സപ്പോർട്ട് എന്തിന് എന്നുള്ളൊരു ചിന്ത കന്നഡികർക്ക് പ്രത്യേകിച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റോയിയും ഒരുപക്ഷെ ഈ പറയുന്ന BJPയുടെ ഈ എന്താ പറയുന്നത് ആ ഒരു ഇതിനെ അത്ര ഗൗനിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, IT റെയ്ഡ് കേരളത്തിൽ നിന്നാണ് വന്നത്. കേരളം ഭരിക്കുന്നത് CPM ആണ്, അല്ലെങ്കിൽ LDF ആണ്. ഈ BJPക്ക് ഇപ്പോൾ വലിയ ഒത്താശകൾ നൽകുന്നതിൽ കേരളത്തിലെ LDF ഘടകത്തിന് വളരെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് വളരെ വലിയ കേസുകളൊക്കെ കേന്ദ്രം കുത്തിപ്പൊക്കാതിരിക്കുവാൻ മുഖ്യമന്ത്രി അടക്കം എന്തും തലകുലുക്കി ഇപ്പം ഇരിക്കുന്ന സമയമാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരമല്ലേ കേരളത്തിൽ നിന്നും ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർ ഈ റോയിയെ വട്ടമിട്ട് പിടിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങളുടെയും ബഡ്ജറ്റ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മലനാട് ജീവി പുറത്തുവിട്ട വാർത്തയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടായതുപോലെ തോന്നുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നാളിത് വരെയുള്ള നികുതി വ്യവസ്ഥ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരിക്കുന്നു. പുതിയ ചട്ടങ്ങൾ ഉടൻ തന്നെ ഏപ്രിൽ 14 അല്ലെ ഏപ്രിലിൽ 4-ാം തീയതിയോടുകൂടി അത് നിയമത്തിൽ പ്രാബല്യത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് മലനാട് ജീവി പറഞ്ഞതുപോലെ തന്നെ ചില നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ചില ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ചില ബില്ലുകൾ പാസ്സാക്കുമ്പോൾ
അത് ഏത് തരത്തിൽ അത് പിന്നെ ഈ പറയുന്ന മേഖലയെ സ്വാധീനിക്കും, അല്ലെങ്കിൽ പരോക്ഷമായ പ്രതികൂലമായിട്ടോ അതിനെ പിന്നെ എതിർക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ ഈ നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നതെന്ന് അക്കമിട്ട് നിർമ്മല സീതാറാം പറയുമ്പോൾ മലനാട് ടിവിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം നമ്മൾ ആവശ്യപ്പെട്ടത് തന്നെയാണ്, നിങ്ങളുടെ കാർക്കശ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് സാഹോദര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിന്റെ വിഭവ സമാഹരണം വളരെ അപകടകരാവസ്ഥയിൽ നിൽക്കുന്നു. കമ്മി ബഡ്ജറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ശതകോടികളിൽ നിന്ന് അർഹമായിട്ടുള്ള നീതി പിടിച്ചെടുക്കുന്നതിന് വിരട്ടലും കണ്ണുരുട്ടലും ഒന്നും എൻ്റെ ആവശ്യമില്ല. അവരെ ചേർത്ത് പിടിച്ച്, മകളെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ആ കാര്യങ്ങൾ കൊണ്ട് നിന്റെ ഈ അടയ്ക്കാനുള്ള നികുതി കുറച്ച് ടാക്സ് ഞങ്ങൾ കുറച്ച് തരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പലിശ കുറച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഉഭയകക്ഷി ബന്ധം പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഔദാര്യത്തോടു കൂടി ആ പിന്നെ ധനകാര്യ മേഖലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വ്യവസായികളെ സമീപിക്കുകയാണെങ്കിൽ കാർഷിക അല്ലെങ്കിൽ നമ്മളുടെ ശരാശരി കടം, നമ്മളുടെ ഈ പറയുന്ന ആളഹരി കടം കുറയാൻ വളരെ വേഗത്തിൽ നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യവസായ സൗഹാർദ്ദ രാജ്യമായി ഇന്ത്യ മാറാനും ഈ നികുതി വ്യവസ്ഥയ്ക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ കരടായിട്ടല്ല മാറേണ്ടത്, അഭിമാനമായിട്ടാണ് മാറേണ്ടത്. ഇനി മറ്റൊരു CG റോയിയും മറ്റൊരു കോഫിയുടെ ഓണറും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. You are watching India's first NGO television, Malanad TV India.